വെൽക്കം ടു ടെക്കാം വേൾഡ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ പറമ്പിന്റെ തീരത്ത് ഒരു പുഴ ഒഴുകുന്നുണ്ട്. അപ്പൊ ആ പുഴയുടെ പേര് താണിക്കുടം പുഴ എന്ന് ഞാൻ പറയാം. അപ്പൊ വലിയ പുഴയൊന്നുമല്ല കേട്ടോ, ഒരു തോട്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ പറമ്പ് കാട്ടാനും അതോടൊപ്പം ഞങ്ങള് തോട്ടും കാട്ടാനും ഒക്കെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ പറമ്പിക്ക് പോയിട്ട് പിന്നെ തോട്ടിക്ക് കിടക്കാം. തൃശ്ശൂർ വളരെ അപൂർവമായിട്ടുള്ള അമ്പലങ്ങളിലാണ് ആറാട്ട് നടക്കുന്ന അമ്പലം. അതിൽ ഒരു അമ്പലമാണ് താണിക്കുടം അമ്പലം. ആ അമ്പലത്തിൽ ആറാട്ട് നടക്കാറുണ്ട്. വർഷക്കാലത്ത് 1 or 2 തവണയൊക്കെ അമ്പലത്തിൽ ഇങ്ങനെ ആറാട്ട് നടക്കും. അപ്പോൾ ആ അമ്പലത്തിലേക്ക് ഉള്ള ആ തോട്, ഈ താണിക്കുടം ഭഗവതി ക്ഷേത്രമാണ് അത്. ആ തോട് നമ്മളുടെ വീടിൻ്റെ, ഞങ്ങളുടെ പറമ്പിൻ്റെ അതിരിലൂടെയാണ് പോണേ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അതിരിലുള്ള ആ തോട് വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു സിമ്പിൾ തോടാണ്. പുഴ എന്നൊക്കെ പറഞ്ഞാൽ അത് അത്ര വലിയ പുഴയൊന്നുമല്ല, ഒരു തോടാണ്. അപ്പോൾ ആ തോടും ആ തോടിൻ്റെ പരിസരമൊക്കെ നമുക്കൊന്ന് കാണാം. ഇതാണ് നമ്മുടെ പറമ്പ്. നമ്മുടെ പറമ്പിൽ ഈ വർഷക്കാലത്തൊക്കെ വെള്ളം കയറുമ്പോൾ നമ്മളുടെ ഏറ്റവും താഴെയുള്ള നില, മീൻസ് ഞങ്ങളിപ്പോ നിൽക്കുന്ന നിലയിലാണ് വെള്ളം കയറാറ്. ഞങ്ങളുടെ വീട്ടിലേക്കൊന്നും വെള്ളം കയറാറില്ല. അപ്പൊ ഞങ്ങളിപ്പോ ഞങ്ങളുടെ പറമ്പല്ല, തോടിക്ക് ഇറങ്ങേണ്ട വഴിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പറമ്പിൽ അത്യാവശ്യം ജാതി, മാവ്, പ്ലാവ്, തെങ്ങ്, അത്യാവശ്യം പപ്പക്കായ, പിന്നെന്താ അത്യാവശ്യം പച്ചക്കറി, ചീരയൊക്കെ, വെണ്ടക്കായ ഒക്കെ നമ്മളിവിടെ തന്നെ ഈ പറമ്പിൽ ഉണ്ട്. ഭയങ്കര കൂളാണ്, ഭയങ്കര ഗ്രീനറിയാണ് ഈ പറമ്പ്. ഭയങ്കര രസമാണ്, നല്ല കാറ്റും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കാവുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങളുടെ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ വാഴയുണ്ട്, അപ്പൊ ഞങ്ങൾ ജാതി ഉണ്ട്, മാവുണ്ട്, പിന്നെ അത്യാവശ്യം നമുക്ക് ഇവിടെ നാളികേരം നമുക്ക് കിട്ടും, കരിക്ക് കിട്ടും. അപ്പൊ ഞങ്ങളുടെ ഇവിടെ പച്ചക്കറി കൃഷിയൊക്കെ ഞങ്ങൾ ചെയ്യും. ചീര അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഞങ്ങൾ ഇവിടെ നടാറും കൃഷി ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ 12 കിലോമീറ്റേഴ്സ് ഉള്ളൂ. അപ്പം ആരെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാണെങ്കിൽ നമുക്ക് ഇവിടെ മാങ്ങയുടെയും ചക്കയുടെയും സീസൺ ആണെങ്കിൽ ഞങ്ങൾ എന്തായാലും നിങ്ങൾക്ക് മാങ്ങ ചക്കൊക്കെ തരും കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമുക്ക് തോട്ടിക്ക് ഇറങ്ങാം. ചെരുപ്പിട്ടിട്ടാട്ടോ ഇറങ്ങണേ. ചെരുപ്പിടാണ്ടിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കുപ്പിച്ചില്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ കുപ്പിച്ചില്ലുള്ള കാരണം ചെരുപ്പിടാണ്ട് ഇറങ്ങാണെങ്കിൽ കാലിന് കുത്തിക്കൊടുക്കും. ഇത് വെള്ളം ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ വന്ന് കുളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ വെള്ളം കുറച്ചുകൂടെ ഉണ്ട്. ഇപ്പോൾ ഇത് വേനൽക്കാലത്തിനോട് അടുക്കുന്നതുകൊണ്ട് ഈ വെള്ളം കുറവുള്ളൂ. ഇതാണ് ഞങ്ങളുടെ താണിക്കുടം പുഴ. ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ ഇത് നിറച്ചിങ്ങനെ കണ്ടോ ഉരുളൻകല്ലുകളാണ് ഇവിടെ. വളരെ കുറച്ച് വെള്ളം ആണെങ്കിൽ പോലും അധികം വലിയ മണ്ണ് ഉണ്ടാവില്ല ഇവിടെ. ഈ നിൽക്കുന്ന സ്ഥലത്ത് നിറച്ച് ഉരുളൻകല്ലുകൾ ആണ് കിടക്കണേ. അപ്പോൾ ഭയങ്കര നാച്ചുറലി ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര തണുപ്പാണ് വെള്ളത്തിന്. അതുമല്ല ഞങ്ങളിവിടെ ഈ ബാർബിക് പാർട്ടിയൊക്കെ ഇവിടെ ചെയ്യാറുണ്ട്. ഞങ്ങൾ ഫാമിലി ഒരു ഗാദറിങ് പരിപാടിയൊക്കെ വരുമ്പോൾ നമ്മളിവിടെ ഈ തീരത്ത് നമ്മളിങ്ങനെ ഒരു ബാർബിക്കിൻ്റെ പരിപാടിയൊക്കെ ചെയ്യും. അങ്ങനെ പിള്ളേർക്കായിട്ട് ഞങ്ങളിവിടെ വന്ന് കുളിക്കാനൊക്കെ നിൽക്കും. ഭയങ്കര രസമായിട്ടാണ്. വീടിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവുന്ന സമയത്ത് നമുക്കൊരു ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്. പിള്ളേർക്കും ഭയങ്കര രസമാണ്. ഈ കുഞ്ഞോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്ന് കളിക്കാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടെ വന്നിട്ട് സൺഡേ ഒക്കെ വന്നിട്ട് ചിലപ്പോൾ ഒരു ബാർബിക് പരിപാടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള ഫുഡൊക്കെ നമ്മളിവിടെ വെച്ച് കഴിച്ച് അങ്ങനെ ഒരു സൺഡേ ഈവനിങ്ങിലൊക്കെ ഞങ്ങളിങ്ങനെ ഇരിക്കാറുണ്ട്. ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും ഗ്യാദർ ചെയ്യുന്ന സമയത്തൊക്കെ ഞങ്ങളിവിടെ വരാറുണ്ട്. പ്ലസ് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ എൻ്റെ വരുമ്പോഴും ഇവിടെയൊക്കെ ഈ തോട്ടിൽ വരും. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ വെള്ളം ഉണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വർഷക്കാലത്ത് ഈ തോട് ഇങ്ങനെ ഫുൾ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകൂട്ടാ. ഈ ഭാഗം മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന ഒരു സ്ഥലമാണിത്. ഭയങ്കര വർഷക്കാലത്ത് ഭയങ്കരമായിട്ട് തോടൊക്കെ നിറഞ്ഞ്
കവിഞ്ഞു കൊടുക്കും. ഇതിൻ്റെ ഒരു ഏറ്റവും ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോട് പീച്ചി ഡാം നമ്മൾ കേട്ടിട്ടുണ്ടാവല്ലോ. ഈ പീച്ചി ഡാമിൽ വെള്ളം ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ഏത് വേനൽക്കാലത്തും ഇതിൻ്റെ 2 ഇരട്ടി വെള്ളം ഇതിലെപ്പോഴും ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒഴുക്കുള്ള തോടാണ്. അപ്പോൾ ഏത് സമയത്തിൽ വെള്ളമുണ്ട്. നല്ല വേനൽക്കാലത്ത് നമ്മൾ എന്താ പറയുക, നല്ല പീച്ചിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക്, പീച്ചിൽ നിന്ന് വെള്ളം വിടുമ്പോൾ ഇതിൽ നല്ല ഒഴുക്കുണ്ടാവും നല്ല വേനൽക്കാലത്ത്. അപ്പോൾ ഭയങ്കര ഭംഗിയാണ്. കാരണം ചുറ്റും ഭയങ്കര വെയിലത്ത് ഇങ്ങനെ നിൽക്കുന്ന നേരത്ത് ബാക്കിൽ ഇങ്ങനെ നിറച്ച് വെള്ളം ഒഴുകുന്ന ഒരു തോട്. ഭയങ്കര രസമാണ്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ വഴിക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു ദിവസം വരും, നമുക്കിവിടെ ഒരുമിച്ച് കൂടാം. ഓക്കെ. നിങ്ങൾക്ക് ഞങ്ങളുടെ പറമ്പും തോടൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.